നമുക്ക് ഈ ഒരു റീഹാബിലിറ്റേഷൻ്റെ പാർട്ടായിട്ട് നടത്തുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പലതവണ പല കാലങ്ങൾ ചെയ്തു പോകാൻ സാധ്യതയുള്ളതായതുകൊണ്ട് ഇത് പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റേഷൻ അല്ലേ? ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യണോ? കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യം റിപ്പീറ്റ് ചെയ്യല്ലേ? അല്ല കേട്ടോ. നമ്മൾ ഓരോ തവണയും റീഹാബിലിറ്റേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അസസ്മെൻറ്റും റീഅസസ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യും, അത് ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു വേരിയേഷൻ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതൊരു ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽ ആയിരിക്കണം ചെയ്യേണ്ടത്. അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ജൂനിയർ അസിസ്റ്റൻറ്റ് ട്രെയിനിയെ കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ്. കഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നൊരു സ്ഥലം കണ്ടു. നമ്മുടെ സ്മാർട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അവിടെ. ഡോക്ടർ സാംജിയും ടീമും വളരെ മനോഹരമായിട്ട് അവർ ആ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇന്ന് അവർക്ക് അവിടെ വളരെയധികം വളർച്ച നേടിയെടുക്കാനായിട്ട് ഈ ഒരു മേഖലയിൽ സാധിച്ചിട്ടുണ്ട്. അടുത്ത സെൻറ്റർ തുടങ്ങുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ നമ്മളുടെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൽ കൃത്യമായി അസസ്മെൻറ്റ് നടത്തി റീഅസസ്മെൻറ്റ് നടത്തി നമുക്ക് ആ ഒരു ഫങ്ഷണൽ സ്കെയിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വാളിഫൈഡ് പേഴ്സൺ അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം. COP 18E care is guided by functional assessment and periodic reassessment which are done and documented.